ചരിത്രപ്രസിദ്ധമായ കാഞ്ഞൂർ സെന്റ് മേരീസ് ഫൊറോന ദേവാലയം വിളിച്ചു വിളികേട്ട കാഞ്ഞൂർ പുണ്യവാന്റെ തീർത്ഥാടന കേന്ദ്രം. കാഞ്ഞൂർ പള്ളിയുടെ ചരിത്രവും വർത്തമാനവും ദൃശ്യവൽക്കരിച്ചുകൊണ്ടുള്ള ദേവാലയ പെരുമ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കാഞ്ഞൂരിൽ വാഴുന്ന കാരുണ്യരൂപനെ, അഗതികൾക്കാശ്രയം അരുളും പ്രകാശമേ. കാഞ്ഞൂരിൽ വാഴുന്ന കാരുണ്യരൂപനെ, അഗതികൾക്കാശ്രയം അരുളും പ്രകാശമേ. ആധികൾ നീക്കിടാൻ, വ്യാധികൾ മാറ്റിടാൻ കൃപ ചൊരിഞ്ഞിടു സെബസ്ത്യാനോസേ. കാഞ്ഞൂരിൽ വാഴുന്ന കാരുണ്യരൂപനെ, അഗതികൾക്കാശ്രയം അരുളും പ്രകാശമേ. ആധികൾ നീക്കിടാൻ, വ്യാധികൾ മാറ്റിടാൻ കൃപ ചൊരിഞ്ഞിടു സെബസ്ത്യാനോസേ. ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണേ. നദികളുടെ മടിത്തട്ടിലാണ് ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളും രൂപമെടുത്തിയിട്ടുള്ളത്. പെരിയാറിൻ്റെ തീരവും സാംസ്കാരിക ചരിത്രം കൊണ്ട് സമ്പന്നമാണ്. പ്രകൃതിയുടെ കരവിരുതിൽ വിരിഞ്ഞ പെരിയാറിൻ്റെ തീരത്ത് നെടുമ്പാശ്ശേരി എയർപോർട്ടിനു സമീപത്തായാണ് ചരിത്രപ്രസിദ്ധമായ കാഞ്ഞൂർ സെന്റ് മേരീസ് ഫൊറോന ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. കാഞ്ഞൂരിലെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും ആത്മീയ മുന്നേറ്റത്തിൻ്റെയും പ്രതീകമായ ഈ ദേവാലയം കേരളത്തിലെ അതിപുരാതന കത്തോലിക്ക ദേവാലയങ്ങളിൽ ഒന്നാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ദേവാലയം അതിൻ്റെ ആരംഭം കുറിക്കുന്നത് 1001 1403 ഇപ്പോൾ കാണുന്ന ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ഈ ദേവാലയം അറിയപ്പെടുന്നത് മുഖ്യമായും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമധേയത്തിലും വിശുദ്ധ സെബസ്ത്യാനോസിനോടുള്ള ഭക്തിയിലുമാണ്. ഇറ്റലിയിലെ മിലാനിൽ നിർമ്മിച്ച് പോർച്ചുഗീസ് മിഷണറിമാർ കൊണ്ടുവന്ന അത്ഭുത ദിവ്യരൂപമാണ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപം. ഈ രൂപവുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ കഥകളും ഒത്തിരിയേറെ ഐതിഹ്യങ്ങളും ഒത്തിരിയേറെ വിശ്വാസ പാരമ്പര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ രൂപത്തിൻ്റെ പോലുള്ള രൂപം, വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപം മറ്റ് ഒരു ദേവാലയങ്ങളിലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് പ്രദക്ഷിണത്തിന് പോലും ദേവാലയത്തിന് പുറത്തേക്ക് ഇറക്കാറില്ല. മാത്രമല്ല ഈ വിശുദ്ധൻ്റെ രൂപത്തിന് കാണുന്ന വലിയ ചൈതന്യം ഏവരെയും ആകർഷിക്കുന്ന ഒന്നാണ്. ഇവിടെ വരുന്ന വിശ്വാസികൾ വിശുദ്ധൻ്റെ പക്കൽ വന്ന് പ്രാർത്ഥിച്ച് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ വാങ്ങുന്നതായി അനുദിനം നാം കാണുന്നുണ്ട്. ക്രിസ്തുവിലുള്ള വിശ്വാസം വിലമതിക്കാനാവാത്ത അമൂല്യനിധിയാണെന്ന തിരിച്ചറിവോടെ സഹനത്തിൻ്റെ കാൽവരിയിൽ ജീവൻ ഹോമിച്ച ധീരരക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ സജീവ സാന്നിധ്യം വഴി ഈ ദേവാലയം ഇന്ന് പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഉദയസൂര്യനെ പോലെ തേജസ്സുറ്റ ഈ ദിവ്യരൂപത്തിനു മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നവർക്ക് ഒട്ടേറെ അത്ഭുത കഥകളാണ് പറയുവാനുള്ളത്. വിളിച്ചു വിളികേട്ട കാഞ്ഞൂർ പുണ്യവാൻ എന്നാണ് ഈ വിശുദ്ധ രൂപം അറിയപ്പെടുന്നത്. വിശുദ്ധനെക്കുറിച്ച് പറയുക വിളിച്ച് വിളികേട്ട പുണ്യവാളൻ എന്നാണ്. അതിനുള്ള കാരണം ടിപ്പു സുൽത്താൻ ഈ ദേവാലയം ആക്രമിക്കാൻ കാഞ്ഞൂർ പുഴയ്ക്ക് അക്കരെ തമ്പടിച്ചിരിക്കുന്ന സമയം വിശ്വാസികളെല്ലാം ഭയന്ന്
എന്തു ചെയ്യണമെന്നറിയാതെ വിശുദ്ധൻ്റെ സവിധത്തിലെത്തി പ്രാർത്ഥിച്ചു എന്നാണ് പാരമ്പര്യം പറയുക. ഇവിടെ വിശ്വാസികൾ പ്രാർത്ഥിക്കുമ്പോൾ രൂപത്തിൻ്റെ പക്കൽ നിന്നും ഒരു അശരീരി കേട്ടതായി ജനങ്ങൾ ഓർമ്മിക്കുന്നു. അവർ പറയുന്നു, എന്നെ ഇവിടെ ഇരുത്തുകയില്ലേ എന്നുള്ള വിശുദ്ധൻ്റെ ചോദ്യം. അത് വലിയ ഒരു സംരക്ഷണമായി ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നു. മാത്രമല്ല, പിറ്റേ ദിവസം ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ടിപ്പു സുൽത്താനും സൈന്യവും മടങ്ങുന്നതായും ചരിത്രം സാക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വിശുദ്ധൻ്റെ രൂപത്തിൽ നിന്ന് കേട്ട അശരീരി എന്നും ജനങ്ങളെ സംരക്ഷിക്കുന്ന വിശുദ്ധൻ്റെ വലിയ മാധ്യസ്ഥമായി ആളുകൾ കാണാറുണ്ട്. ഭാരതീയ വാസ്തുശില്പവിദ്യയും പേർഷ്യൻ നിർമ്മാണ ശൈലിയും പോർച്ചുഗീസ് ശില്പചാതുര്യവും ഒത്തുചേർന്ന ദൃശ്യവിസ്മയമായാണ് കാഞ്ഞൂർ സെൻറ് മേരീസ് ഫൊറോന പള്ളി. പുരാതനമായ കൊത്തുപണികൾ, ചിത്രപ്പണികൾ കൊണ്ട് അലങ്കൃതമായ അൾത്താരകൾ, മനോഹരമായ പെയിൻറ്റിങ്ങുകൾ, ദേവാലയമുറ്റത്തെ ഒറ്റക്കല്ലിൽ തീർത്ത കൽക്കുരിശ്, പ്രധാന കവാടമായ ആനവാതിൽ, താമരപ്പൂവിൻ്റെ രൂപത്തിലുള്ള ഒറ്റക്കൽ മാമോദീസ തൊട്ടി, പരിശുദ്ധാരൂപിയുടെ പ്രതീകമുള്ള ചാരുതയാർന്ന പ്രസംഗപീഠം, പ്രസിദ്ധമായ ആനവിളക്ക്, പുരാതനമായ താളിയോലകൾ, ഫ്രാൻസിൽ നിന്നും കൊണ്ടുവന്ന പുരാതന മണികൾ എന്നിവയെല്ലാം വർഷങ്ങളുടെ സാംസ്കാരിക പൈതൃകവും ചരിത്ര സ്മരണകൾ ഉണർത്തുന്നവയും കാഞ്ഞൂരിൻ്റെ ക്രൈസ്തവ പഴമ ലോകത്തോട് വിളിച്ചോതുന്നവയുമാണ്. കാഞ്ഞൂർ പുണ്യവാന്റെ പെരുന്നാളും പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 3 പ്രദക്ഷിണങ്ങളും ഏറെ പ്രസിദ്ധമാണ്. അനേകായിരങ്ങളുടെ ഹൃദയങ്ങളിൽ ആത്മചൈതന്യമായി വിളങ്ങുന്ന കാഞ്ഞൂർ പുണ്യവാന്റെ പെരുന്നാളിൽ പങ്കെടുക്കുവാൻ ജാതിമതഭേദമന്യേ അനേകരാണെത്തുന്നത്. കാഞ്ഞൂർ ഫൊറോന പള്ളിയിലെ വിളിച്ചു വിളികേട്ട വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ജനുവരി 19, 20, 8-ാം ഇടം 26, 27 തീയതികളിലാണ്. ഈ ദിവസങ്ങളിൽ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഈ ദേവാലയത്തിൽ എത്തിച്ചേരുന്നത്. ഈ തിരുനാളിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഇവിടുത്തെ പ്രദക്ഷിണവും കരിമരുന്ന് പ്രയോഗമാണ്. പ്രദക്ഷിണത്തിനു മുന്നിലായി 101 വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന ചെണ്ടമേളം, അതിനു പുറകിലായി 400ഓളം പൊൻകുരിശുകളും വെള്ളിക്കുരിശുകളും, അതിനു പുറകിലായി 1000ഓളം നാനാവർണ്ണ മുത്തുക്കുടകളും അണിനിരക്കും. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ജാതിമത ഭേദമന്യേ ജനങ്ങൾ ഈ പ്രദക്ഷിണത്തിന് നേർച്ച നേർന്ന് കുരിശും കുടയും പിടിച്ചു പങ്കെടുക്കുന്നത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. പ്രദക്ഷിണം തുടങ്ങുന്നത് മുതൽ 3 മണിക്കൂർ സമയവും തുടർച്ചയായി കുരിശു പിടിക്കുന്നതാണ് പ്രധാന നേർച്ച. ഈ തിരുനാളിൻ്റെ പ്രധാന പ്രദർശനങ്ങൾ 19, 20-മാണ്. 19-ാം തീയതി 3 മണിക്ക് പ്രദർശനം ഇറങ്ങുകയും 6 മണിക്ക് പള്ളിയിൽ തിരിച്ചെത്തുകയും ചെയ്യും. അതുപോലെ തന്നെ തിരുനാൾ ദിവസമായ 20-ാം തീയതി 12 മണിക്ക് പ്രദർശനം ഇറങ്ങുമ്പോൾ ആകാശത്ത് പ്രദർശനത്തിന് പുണ്യാളിന് അകമ്പടിയായിട്ട് പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്നു. അത് ഇവിടുത്തെ ഒരു പ്രധാന സംഭവം തന്നെയാണ്. ഈ പരുന്തുകൾ വരുന്നതിന് ഒരു ചരിത്രം പറയുന്നുണ്ട്. സെബസ്ത്യാനോസിനെ അമ്പെയ്ത് ഇഞ്ചിഞ്ചായി വധിക്കാൻ ശ്രമിച്ചിട്ടും മരിക്കാതെ വന്നപ്പോൾ ഗത കൊണ്ട് തലക്കടിച്ച് കൊല്ലുകയായിരുന്നു. കഴുകന്മാരും നരികളും ഉപദ്രവിക്കാതെ ആ ശരീരത്തിനു ചുറ്റും കാവൽ നിന്നത് സെബസ്ത്യാനോസിന് വളരെ ഇഷ്ടമായിരുന്ന പരുന്തുകളായിരുന്നു. സെബസ്ത്യാനോസ് മരിച്ച ജനുവരി 20-ന് തിരുനാൾ കൊണ്ടാടുന്ന കാഞ്ഞൂർ പള്ളിയിലെ പുണ്യവാന്റെ തിരുസ്വരൂപം ഇറങ്ങുന്നത് മുതൽ
പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്നത് ഈ വിശുദ്ധൻ്റെ ഇവിടുത്തെ സജീവ സാന്നിധ്യത്തിൻ്റെ നേർസാക്ഷ്യമാണ്. തിരുനാൾ ദിനത്തിൽ 20-ാം തീയതി പ്രദക്ഷിണമിറങ്ങുമ്പോൾ അകമ്പടി സേവിക്കാൻ എന്നും പരുന്തുകൾ ഉണ്ടാകുന്നത് അനേകം വിശ്വാസികളെ അമ്പരപ്പിക്കുന്ന ഒരു ദൃശ്യമാണ്. അതോടൊപ്പം തന്നെ അന്തരീക്ഷത്തിൽ കാണുന്ന തെളിയുന്ന നക്ഷത്രങ്ങളും ഏവർക്കും വലിയ അത്ഭുതമായിട്ടാണ് കാണാൻ കഴിയുക. വിശുദ്ധൻ്റെ സവിശേഷമായ ശക്തിയുടെ അടയാളമായിട്ടാണ് ഇതിനെ വിശ്വാസികൾ നോക്കിക്കാണുന്നത്. പ്രദക്ഷിണം വർണ്ണാഭമായി നടത്തുമ്പോൾ അകമ്പടി സേവിക്കുന്ന പരുന്തുകൾ ഓരോ വർഷവും പതിവ് മുടങ്ങാതെ ഉണ്ടാകാറുണ്ട് എന്നുള്ള വലിയ സത്യം ഏവരും കാണുന്ന യാഥാർത്ഥ്യമാണ്. മതസൗഹാർദ്ദത്തിൻ്റെ ഉത്തമ മാതൃകയാണ് കാഞ്ഞൂർ പള്ളി. വിശുദ്ധൻ്റെ തിരുനാൾ ഈ നാടിൻ്റെ ഉത്സവമായാണ് ഇവിടുത്തെ നാനാജാതി മതസ്ഥർ ആഘോഷിക്കുന്നത്. തിരുനാളിൻ്റെ പ്രദക്ഷിണത്തിന് വിശുദ്ധൻ്റെ രൂപത്തിനു മുന്നിൽ കോൽവിളക്ക് പിടിക്കുന്നത് അക്രൈസ്തവരായ വിശ്വാസികളാണ്. ജനുവരി 20-ാം തീയതി ഉച്ചയ്ക്ക് വിശുദ്ധൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം പുതിയേടം ക്ഷേത്രത്തിന് സമീപത്തുള്ള തെക്കേ അങ്ങാടിയിൽ എത്തുമ്പോൾ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപത്തിൽ ഏറ്റവും കൂടുതൽ നോട്ടുമാലകൾ ചാർത്തുന്നത് അക്രൈസ്തവരായ വിശ്വാസികളാണ്. കാഞ്ഞൂർ പള്ളിയിലെ വെടിക്കെട്ടും വളരെ പ്രസിദ്ധമാണ്. ശക്തൻ തമ്പുരാൻ്റെ കാലത്ത് കാഞ്ഞൂർ പള്ളിയിലെ തിരുനാളിന് കതിനയുടെ നിരന്തരമായ വെടിയൊച്ച തമ്പുരാന് അസഹ്യമായപ്പോൾ കതിനകളെല്ലാം പള്ളിയോട് ചേർന്നുള്ള പെരിയാർ നദിയിൽ കളയുവാൻ കൽപ്പിച്ചു. എന്നാൽ തിരുനാളിൻ്റെ പ്രദക്ഷിണത്തിന് പുണ്യവാൻ്റെ രൂപം ഇറങ്ങിയപ്പോൾ ആ കതിനകളെല്ലാം വെള്ളത്തിൽ കിടന്ന് പൊട്ടുകയും ഇത് നേരിൽ കണ്ട തമ്പുരാൻ പുണ്യവാനെ വന്ന് വണങ്ങുകയും പള്ളിയുടെ സ്ഥലങ്ങളെല്ലാം കരം ഒഴിവാക്കി നൽകുകയും ചെയ്തു. കാഞ്ഞൂർ പള്ളിയിലെ പ്രധാന നേർച്ചകളിലൊന്നാണ് അമ്പെഴുന്നള്ളിച്ച് വയ്ക്കൽ. ഡയക്ലോഷ്യസ് ചക്രവർത്തിയുടെ സൈന്യാധിപനായിരുന്ന തികഞ്ഞ ക്രിസ്തുമത വിശ്വാസിയായിരുന്നു സെബസ്ത്യാനോസ്. തൻ്റെ നെഞ്ചിലേക്ക് എയ്ത അമ്പൻ്റെ സ്മരണയ്ക്കായിട്ടാണ് വിശ്വാസികൾ അമ്പെഴുന്നള്ളിച്ച് വയ്ക്കുന്നത്. ക്രിസ്തുവിലുള്ള വിശ്വാസം വിലമതിക്കാനാവാത്ത അമൂല്യ നിധിയാണെന്ന വിശ്വാസത്തോടെ സഹനത്തിൻ്റെ കാലുവരയിൽ ജീവൻ ഹോമിച്ച രക്തസാക്ഷിയാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. നാനാജാതി മതസ്ഥർക്ക് തങ്ങളുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കുവാനും ആ സങ്കടങ്ങൾക്ക് ഉത്തരമായും കാഞ്ഞൂരിൽ ജീവിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസ് ഇന്നും നിലകൊള്ളുന്നു. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികൾ ഞങ്ങളെ പരിശുദ്ധരാക്കുവാൻ പണ്ടു നർബോനയിൽ ജനിച്ചവനെ. വിളിച്ചു വിളികേട്ട കാഞ്ഞൂർ പുണ്യവാൻ മാത്രമല്ല കാഞ്ഞൂർ പള്ളിയെ പ്രശസ്തമാക്കുന്നത്
അതിപുരാതനമായ ചിത്രലിപികളും ഒറ്റക്കല്ലിൽ തീർത്ത മാമോദിസ തൊട്ടിയും ഒറ്റക്കല്ലിൽ തീർത്ത കുരിശും ചിത്രാലങ്കാരങ്ങളും പള്ളിയെ തികച്ചും വ്യത്യസ്തമാക്കുന്നു. ഒപ്പം യുവജനങ്ങളായ അനവധി ആളുകൾ ഇവിടെ പുണ്യവാൻ്റെ മാധ്യസ്ഥം തേടി തൊഴിലിനും മറ്റ് വിദ്യാഭ്യാസ സഹായങ്ങൾക്കും പുണ്യവാൻ്റെ മാധ്യസ്ഥം തേടി അനുഗ്രഹം പ്രാപിക്കുന്നതും ഈ ദേവാലയത്തെ വ്യത്യസ്തമാക്കുന്നു. പള്ളിയുടെ വടക്കേ മുറ്റത്ത് തല ഉയർത്തി നിൽക്കുന്ന ബ്രിട്ടീഷ് മാതൃകയിലുള്ള പള്ളിമേട 18-ാം നൂറ്റാണ്ടിലാണ് സ്ഥാപിതമായത്. പള്ളിയുടെ മദ്ബഹയുടെ മുകളിലുള്ള ആർച്ച് ഭാഗത്ത് കാണപ്പെടുന്ന മനോഹരങ്ങളായ ചിത്രങ്ങളും പച്ചിലച്ചാറും പഴച്ചാറും തങ്കഭസ്മവും ചാലിച്ചെടുത്ത പെയിന്റിങ്ങുകളും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും പുതുമ നഷ്ടപ്പെടാതെ ഇന്നും നിലനിൽക്കുന്നു. സർവവിജ്ഞാനകോശ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അൾത്താരയുടെ പടം ഈ ദേവാലയത്തിൻ്റെതാണ്. കാഞ്ഞൂർ പള്ളിയിൽ വരുന്ന വിദേശികളും സ്വദേശികളുമായ തീർത്ഥാടകരെ അത്ഭുതപ്പെടുത്തുന്നത് കൊത്തുപണികളാൽ അലങ്കരിതവുമായ പ്രസംഗപീഠം ഒരു വിസ്മയ കാഴ്ചയാണ്. പള്ളിയുടെ മധ്യഭാഗത്ത് കോളാമ്പിപ്പൂവിൻ്റെ ആകൃതിയിൽ ആനയുടെ വായിൽ നിന്നും പുറപ്പെടുന്ന സസ്യഞ്ഞെട്ടിൽ വിടരുന്ന പൂവായിട്ടാണ് കാഞ്ഞൂരിലെ ഈ മനോഹര പ്രസംഗപീഠം. പണ്ട് മൈക്കുകൾ ഇല്ലാതിരുന്ന കാലത്ത് വൈദികർ ഈ പീഠത്തിൽ നിന്നാണ് പ്രസംഗിച്ചിരുന്നത്. കാഞ്ഞൂർ പള്ളിയിലെ ശ്രദ്ധേയമായ ഒരു കാഴ്ചയാണ് ഈ മാമോദീസ കല്ല്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും ഒറ്റക്കല്ലിൽ പണിതീർത്തതുമായ മാമോദീസ കല്ലിൽ വിചിത്രങ്ങളായ പല കുത്തുപണികളുമുണ്ട്. പള്ളിയുടെ ആനവാതിലിൻ്റെ ഇരുവശത്തുമായി മൈസൂർ പടയെ തുരത്തിയ തിരുവിതാംകൂറിൻ്റെ സൈന്യത്തെ ചിത്രീകരിച്ചിരിക്കുന്നു. കൊച്ചി രാജാവായിരുന്ന ശക്തി തമ്പുരാൻ ജനിച്ചത് കാഞ്ഞൂർ പള്ളിയോട് ചേർന്നുള്ള വെള്ളാരിപ്പള്ളി കോവിലകത്താണ്. ഒരിക്കൽ തമ്പുരാൻ കാഞ്ഞൂർ പള്ളിയുടെ മുൻപിലൂടെ കുതിരപ്പുറത്ത് സവാരി ചെയ്യുമ്പോൾ പള്ളിയുടെ പടിപ്പറയിലിരുന്ന ആരോ ഒരാൾ തമ്പുരാനെ കണ്ട് എഴുന്നേറ്റ് വണങ്ങിയില്ല. ഇതിന് കോപിഷ്ഠനായ തമ്പുരാൻ പള്ളിയുടെ പടിപ്പറ പൊളിച്ചു കളയുവാൻ ഉത്തരവ് നൽകി. ഭൃത്യന്മാർ പടിപ്പറ പൊളിച്ചു തുടങ്ങിയപ്പോൾ കോവിലകത്തെ ആന കോവിലകത്തെ പടിപ്പുറ തകർക്കുവാൻ തുടങ്ങി. വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാൻ്റെ കോപമാണ് ഇതിന് കാരണമെന്ന് വെളിച്ചപ്പാട് തമ്പുരാനെ ബോധിപ്പിച്ചു. ഇതിന് പ്രായശ്ചിത്തമായാണ് തമ്പുരാൻ കാഞ്ഞൂർ പള്ളിക്ക് പ്രസിദ്ധമായ ആനവിളക്ക് സമർപ്പിച്ചത്. നരസിംഹത്തിൻ്റെ തലയോടുകൂടിയ തുടൽവിളക്കിൻ്റെ തട്ടിൽ ആനയും ആനപ്പുറത്ത് പൂണൂൽ ധരിച്ച പൂജാരിയുമാണുള്ളത്. തിരുനാളിൻ്റെ സമയത്ത് മാത്രം തൂക്കുന്ന ഈ വിളക്കിൽ നിന്നുള്ള എണ്ണ എല്ലാ മാറാരോഗങ്ങൾക്കുമുള്ള ദിവ്യ ഔഷധമായി വിശ്വസിച്ചുപയോഗിക്കുന്നു. ഈ നാടിനു മാത്രമല്ല, ഇവിടെ വന്നണയുന്ന നാനാ ദിക്കുകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് ആശ്വാസമായി, ആയിരങ്ങളുടെ ജീവിത നൊമ്പരങ്ങൾക്കുത്തരമായി വിളിച്ചു വിളികേട്ട കാഞ്ഞൂർ പുണ്യവാൻ്റെ നട ഇന്നും നിലകൊള്ളുന്നു. ആയിരങ്ങളങ്ങേ സന്നിധി തേടി അണയുന്നിവിടെ തിരുസവിധേ പുണ്യാത്മാവേ. ആകുലങ്ങളെല്ലാം നീക്കിടേണമേ നീ, സാന്ത്വനമേകൂ പുണ്യാത്മാവേ. ആയിരങ്ങളങ്ങേ സന്നിധി തേടി അണയുന്നിവിടെ തിരുസവിധേ പുണ്യാത്മാവേ. ആകുലങ്ങളെല്ലാം നീക്കിടേണമേ നീ, സാന്ത്വനമേകൂ പുണ്യാത്മാവേ.
തിരുമുമ്പിലേകിടാൻ കാണിക്കയായിതാ ക്ലേശങ്ങൾ മാത്രമേ ഉള്ളു താതാ. തിരുമുമ്പിലേകിടാൻ കാണിക്കയായിതാ ക്ലേശങ്ങൾ മാത്രമേ ഉള്ളു താതാ. കൃപകൾ ചൊരിയൂ പുണ്യാത്മാവേ, സ്നേഹമോടെ കാത്തിടുന്ന താതാ. ആയിരങ്ങളങ്ങേ സന്നിധി തേടി അണയുന്നിവിടെ തിരുസവിധേ പുണ്യാത്മാവേ. ആകുലങ്ങളെല്ലാം നീക്കിടേണമേ നീ, സാന്ത്വനമേകൂ പുണ്യാത്മാവേ. ഈ നാടിനു മാത്രമല്ല, ഇവിടെ വന്നണയുന്ന നാനാ ദിക്കുകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് ആശ്വാസമായി, ആയിരങ്ങളുടെ ജീവിത നൊമ്പരങ്ങൾക്കുത്തരമായി വിളിച്ചു വിളികേട്ട കാഞ്ഞൂർ പുണ്യവാന്റെ നട ഇന്നും നിലകൊള്ളുന്നു.